ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മധുരക്കിഴങ്ങ് നമ്മളത് സാധാരണ പുഴുങ്ങിയൊക്കെയാണ് കഴിക്കാറുള്ളത്. പലരും അങ്ങനെയാണ് കഴിക്കാറുണ്ടാവുക. എന്നാൽ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഒരുവിധം മിക്ക ആൾക്കാരും ഇപ്പം പ്രഷർ, അതുപോലെ തന്നെ ഷുഗർ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം. എന്നാൽ അവർക്കൊക്കെ കൂടി പറ്റുന്ന രീതിയിൽ, കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്, ഒരു വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോണേട്ടോ. ആ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൽ ഒരുപാട് വൈറ്റമിൻ സി, എ, B6, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഫൈബർ, ഇങ്ങനെയുള്ളതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അതുപോലെ മധുരക്കിഴങ്ങ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫുഡ് കൂടിയാണല്ലോ. ഇത് ഏതെല്ലാം അസുഖങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വൈറ്റമിൻ എ, സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് അണുബാധകളെ ചെറുക്കാനും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ദഹിക്കുന്നതും അതുപോലെ അല്ലാത്തതുമായിട്ടുള്ള നാരുകൾ മലബന്ധം തടയാനും അതുപോലെ കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. അസിഡിറ്റി, വയർ വീർത്തിരിക്കുന്ന അവസ്ഥ എന്നിവയൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. അതുപോലെ ബീറ്റാ കരോട്ടിന് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ കാഴ്ചശക്തി കൂട്ടാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ഇത് ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നവർക്ക് നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ആ ഒരു ശീലം ഒഴിവാകുകയും നമുക്ക് നമ്മുടെ ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ അമിത വണ്ണം ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ ഒക്കെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും അതുപോലെ തന്നെ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തും. നമ്മൾ മിതമായ അളവിലാണ് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാനായിട്ടും ഇത് സഹായിക്കും. പ്രമേഹ രോഗികൾ സാധാരണയായിട്ട് മധുരക്കിഴങ്ങ് കഴിക്കാനൊക്കെ മടി കാണിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമ്മൾ കഴിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയുള്ള രീതികളിലൊക്കെ കഴിക്കാറുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു പ്രമേഹ രോഗികൾ ഇത് തൊലി കളയാതെ തന്നെ പുഴുങ്ങിയിട്ട് വേവിച്ചിട്ട് കഴിക്കാം. അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് വേവിച്ച് അങ്ങനെയും കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ പ്രമേഹ രോഗികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു രീതിയിൽ കഴിക്കുക. അല്ലാത്തവർക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നമുക്ക് തയ്യാറാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധൻ്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് എടുക്കുന്നത്. അത് ഞാൻ ഇതേപോലെ ഒരു പുട്ടുകുറ്റിയിലേക്ക്, നമ്മുടെ ചെറിയൊരു പുട്ടുകുറ്റി ഉണ്ടല്ലോ, അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് നമ്മളിതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് വെച്ചിരുന്നാൽ മതിയായിരിക്കും. 1 മിനിറ്റ് തന്നെ വേണ്ട, അതിന് ഉള്ളിൽ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഇതേപോലെ വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോവണ്ട, എന്നാൽ വേവുകയും വേണം. ആ
രീതിയിലാക്കിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് മധുരക്കിഴങ്ങാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് ഇതേപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു മധുരക്കിഴങ്ങാണ് ഞാൻ എടുക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് അതിൽ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആവിയിൽ വേവിച്ചിട്ടല്ല ചെയ്യണത്, അതുകൊണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വെള്ളത്തിലേക്കാണ് ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി ഇടുന്നത്. അത് നമ്മൾ ഈ തൊലി ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ ഇങ്ങനെ മാറിയിട്ട് ഒരു കറുപ്പ് കളർ ഇങ്ങനെ വരാൻ തുടങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞതും, 1-2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതേപോലെ നമ്മുടെ ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു നല്ലൊരു മണമൊക്കെ വരണം. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അധിക സമയം കുക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ആവിയേറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പരിപ്പുണ്ടല്ലോ, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്ത് ആദ്യം തന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടുള്ളൂ കേട്ടോ. ഇത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മധുരക്കിഴങ്ങൊക്കെ അപ്പോഴേക്കും തന്നെ കുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് തേങ്ങയുടെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിലായതിനു ശേഷം നമുക്കിതൊന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുക്കുന്നത് കമ്പപ്പൊടിയാണ്. കമ്പപ്പൊടി ഞാൻ ഇതേപോലെ 1 കപ്പ് കമ്പപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് 1/4 കപ്പോളം റവയാണ്. ഇത് നമുക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രമേ എടുത്താൽ മതി. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കമ്പപ്പൊടി എന്ന് പറയുന്നതിന് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മൾ മധുരക്കിഴങ്ങിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അതേപോലെയുള്ള ഗുണങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കമ്പപ്പൊടിയിൽ കേട്ടോ. അത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ മധുരക്കിഴങ്ങൊക്കെ വഴറ്റിയെടുത്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവാത്ത രീതിയിൽ ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് നമുക്ക് റെഡിയായി കിട്ടേണ്ടത്. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതേപോലെ ഓരോ തവി മാവ് വീതം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. അത് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഇതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.